Okay, so in last class we were discussing about star connection of three-phase system. Okay, അതിൽ derivation of relation between line and phase voltage and line and phase current. Okay, അതാണ് നമ്മൾ explain ചെയ്യാൻ പോകുന്നത്. Okay, അപ്പം നമുക്കറിയാം in the case of a three-phase connected system, there can be two possible connections are there. എന്തൊക്കെയാ? One is star connection and next one is delta connection. Okay, star connection എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? This is a star connection. Here three phase windings are connected like this. എങ്ങനെ? ഓരോ വൈൻഡിങ്ങിൻ്റെയും one end is connected to a common point and another end is free. Okay, ഇതാണ് star connection. It is also called a Y connection. ഓക്കെ, സോ അപ്പോൾ ഈ കേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ, ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടി നോക്കുക. ഫേസ് വോൾട്ടേജ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ഫേസ് ആൻഡ് എ ന്യൂട്രൽ. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ഫേസ് ആൻഡ് എ ന്യൂട്രൽ, ദാറ്റ് ഈസ് ഫേസ് വോൾട്ടേജസ് ആർ VR, VY and VB. Okay, and what is line voltage? Potential difference between any two phases, that is line voltage. Example VRY, VYB and VRB. Okay, potential difference between any two phases. And phase current is a current that flows through a phase winding. The winding il kuda flow cheyna current aanu phase current, and the current that flows through the lines is called line current. Okay, so circuit idupole varakka, adinte oro components idupole mark ചെയ്ത് കാണിക്കാം. Okay, എന്നിട്ട് what is phase voltage, line voltage, phase current and line current. Okay, അത് ഇതുപോലെ നോട്ട് ചെയ്യാം. Then നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ we have to draw the phasor diagram. Okay, നമ്മൾ ആ phasor diagram യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത്. Okay, ഇവിടെ ശ്രദ്ധിക്കുക. phasor diagram നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ത്രീ ഫേസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ത്രീ ഫേസ് സിസ്റ്റത്തിൽ ത്രീ ഫേസ് വോൾട്ടേജസ് having same magnitude but they are displaced by 120 degree. Okay, ഈ രീതിയിലാണ് ത്രീ ഫേസ് വോൾട്ടേജസ് ഉണ്ടാകുക. Okay, and we can take this as VR, VY and VB. Okay, so ഞാൻ ഇവിടെ ഫേസ് വോൾട്ടേജസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, VR, VY and VB. Okay, so നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? We have to find the relation between phase voltage and line voltage. Okay, so ഞാൻ ഇവിടെ ഒരു phase voltage in the phasor diagram വരച്ചിട്ടുണ്ട്. They have same magnitude but they are 120 degree displaced. Okay, 120 degree displaced. Okay, so നമുക്ക് ഇനി phase VR എന്ന് പറയുന്നത് phase voltage ആണ്, VR, VY, V and VB. Okay, so നമുക്ക് ഇനി ഇതിൽ ലൈൻ വോൾട്ടേജ് കൂടി വരച്ചിട്ട് അതിന്റെ റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. Okay, so നമുക്കറിയാം എന്താണ് ലൈൻ വോൾട്ടേജ്? ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ഫേസസ്. ഓക്കെ, സോ നമുക്ക് ഈ VR കഴിഞ്ഞു, നെക്സ്റ്റ് VYയുടെ നെഗറ്റീവ് എക്സ്റ്റൻഷൻ എടുക്കാം. ഓക്കെ, സോ ദിസ് ഇസ് മൈനസ് VY, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എടുത്തതാണ്. ഓക്കെ, VY ഇതാണ് VY എങ്കിൽ ദിസ് ഇസ് മൈനസ് VY. ഓക്കെ, ആൻഡ് അപ്പോൾ നമുക്ക് നോക്കി ഈ ഒരു ഏരിയയിൽ VR ഉണ്ട്, VY ഉണ്ട്. സോ ഈ രണ്ട് വെക്ടേഴ്സ് അതിന്റെ വെക്ടർ സം എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ സമ്മായിട്ട് ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും? VRY അല്ലേ? ഈ രണ്ട് വെക്ടർ VR ആൻഡ് മൈനസ് VY അത് രണ്ടിൻ്റെയും വെക്ടർ അഡീഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? VRY. ഈ VRY എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ വോൾട്ടേജ് ആണ്. ഓക്കെ, ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഈ ടോട്ടൽ ആംഗിൾ 120 ആണ്. സോ അതിന്റെ മിഡിൽ ആകുമ്പോൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. സോ ആംഗിൾ ബിറ്റ്വീൻ VR ആൻഡ് മൈനസ് VY ഈസ് 60 ഡിഗ്രി. ഓക്കെ, സോ ഇത് ആക്ച്വലി എന്താണ്? ഈ VRY എന്ന് പറഞ്ഞാൽ എന്താണ്? VRY ഇസ് ഈക്വൽ ടു വാട്ട്? VR മൈനസ് VY ആണ് അല്ലേ? ആക്ച്വലി VR പ്ലസ് മൈനസ് VY ആണ്, രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ബട്ട് VYയുടെ നെഗറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത്, നെഗറ്റീവ് സൈൻ ആണ് എടുക്കുന്നത്. ബിക്കോസ് VYയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അതിനെ പ്രൊജക്ട് ചെയ്തിട്ട് അതിന്റെ നെഗറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. സോ VR മൈനസ് VY. VRY ഈസ് ഈക്വൽ ടു വാട്ട്? VR മൈനസ് VY. ഓക്കെ, സോ ഇത് നോക്കി VRY എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് ലൈൻ വോൾട്ടേജ്. ഓക്കെ, VR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് വോൾട്ടേജ്. ഓൾസോ VY എന്താണ്? ഫേസ് വോൾട്ടേജ് ആണ്. ഓക്കെ, ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ VY ആൻഡ് VR എത്രയാണ് വരുന്നത്? 60 ഡിഗ്രി ആണ്. എന്തുകൊണ്ടാണ്? ടോട്ടൽ ആംഗിൾ ബിറ്റ്വീൻ VR ആൻഡ് VY അത് എത്രയാണ്? 120 ആണ് വരിക. ഈ പ്രൊജക്ഷൻ എടുക്കുന്ന സമയത്ത് നോക്കുക, അത് അതിന്റെ മിഡിലാണ് വരുന്നത്. ഓക്കെ, സോ 120 ½ 60 വരും. ഓക്കെ, ഇനി നമുക്ക് ആ റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ
നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ആർ വൈ ഇസ് ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താണ് വെക്ടർ അഡീഷൻ അതിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നേ പഠിച്ചതാണ്. വി ആർ വൈ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വി ആർ സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് 2VR VY cos theta. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആണ്. ഈ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഇതുപോലെ ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഇക്വേഷൻ വി ആർ വൈ ഇസ് ഈക്വൽ ടു വി ആർ സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് 2VR VY cos theta. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇനി ഇതിലുള്ള ഓരോന്നിന്റെയും വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ആക്ച്വലി വി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് വോൾട്ടേജ് ആണ് അല്ലെ. വി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ ഇസ് ഈക്വൽ ടു വി വൈ ഇസ് ഈക്വൽ ടു വി ബി. ഓക്കെ, എല്ലാത്തിന്റെയും മാഗ്നിറ്റ്യൂഡ് വി ആർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ആർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി വൈ ഇസ് ഈക്വൽ ടു വാട്ട്? വി ഫേസ് ആണ് അല്ലെ. വി ആർ വി വൈ വി ബി എന്ന് പറയുന്നത് നമ്മൾ നോക്കൂ, ദിസ് ഇസ് ഫേസ് വോൾട്ടേജ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് വി ഫേസ്. ആൻഡ് ആംഗിൾ തീറ്റ എന്താണ്? നോക്കി, ഇവിടെ വി ആർ വൈ മീൻസ് വി ആർ മൈനസ് വി വൈ, അത് നമ്മൾ ആംഗിൾ 60 ഡിഗ്രി ആണ്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വി ആറിന് പകരം വി ഫേസ് എഴുതുക. വി ഫേസ് സ്ക്വയർ പ്ലസ് വി ബൈ ഓൾസോ അനദർ ഫേസ് വോൾട്ടേജ്. സോ വി ഫേസ് സ്ക്വയർ പ്ലസ് 2 into V phase cos 60. Okay, and ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ V phase plus V phase, that is 2V phase square plus 2V phase square into what is cos 60? What is the value of cos 60? That is 1 by 2. Okay, cos 60 യുടെ വാല്യൂ നോക്കിയാൽ മതി, that is 1 by 2. Okay, then again simplify ചെയ്യുകയാണെങ്കിൽ V phase, 2V phase square plus this 2 and this 2 is cancelled. So V phase square. 2V phase square plus V phase square, that is equal to what? 3V phase square. Okay, that is equal to root 3 V phase. Root 3 V phase. So relation okay. വി ആർ വൈ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ലൈൻ വോൾട്ടേജ് ആണ് അല്ലെ, ബിക്കോസ് ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫേസ് വോൾട്ടേജസ്. സോ വി ആർ വൈ എന്ന് പറയുന്നത് വി എൽ ആണ്. സോ നമ്മൾ വി എൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി എൽ ഇസ് ഈക്വൽ ടു വാട്ട്? റൂട്ട് 3 വി ഫേസ്. So this is the relation between phase voltage and line voltage in the case of a star connected system. So this is the derivation. Clear ആണോ? ഒന്നുകൂടി നോക്കുക. നമ്മൾ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഡെറിവേഷന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർ കണക്ഷനിലുള്ള സർക്യൂട്ട് ഡയഗ്രാം വരക്കുക. ദെൻ വി ഹാവ് ടു മാർക്ക് ഓൾ ദ ടേംസ് ദർ, ലൈക്ക് വി ആർ വി വൈ വി ബി, വി ആർ വൈ വി വൈ ബി ആൻഡ് വി ആർ ബി, ദെൻ ഐ ആർ ഐ ബി ആൻഡ് ഐ വൈ. Then we have to mention what is phase voltage, what is line voltage, and what is phase current and line current. Okay, then our derivation starts from our phasor diagram. Okay, phasor diagram neat ആയിട്ട് വരക്കുക. 3 ഫേസ് വോൾട്ടേജസ് 120 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിട്ട് വരക്കുക. ദെൻ വി വൈയുടെ നെഗറ്റീവ് പ്രൊജക്ഷൻ എടുക്കുക. ദെൻ വി മൈനസ് വി ബൈ ആൻഡ് വി ആർ അതിന്റെ വെക്ടർ സം എടുക്കുക. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. വി ആർ വൈ ഈസ് ഈക്വൽ ടു വാട്ട്? സ്ക്വയർ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് 2VR VY into cos theta. Okay, and from the phasor diagram we will get the angle theta. Okay, that is 60 degree, and substitute the values there. Here VR VY അതൊക്കെ എന്താണ്? that is phase voltages ആണ്. Okay, so അതിന് പകരം V phase കൊടുക്കുക. then VRY എന്താണ്? that is line voltage ആണ്. Okay, so VL കൊടുക്കുക. so derive ചെയ്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ഹിയർ 2 ഫേസ് സ്ക്വയർ പ്ലസ് 2 വി ഫേസ് സ്ക്വയർ പ്ലസ് 2 വി ഫേസ് സ്ക്വയർ ഇൻറ്റു 1 by 2 വരും. ദാറ്റ് ഈസ് വാല്യൂ ഫോർ cos 60. ഓക്കെ, ദെൻ അത് ക്യാൻസൽ ചെയ്ത് ഫൈനലി വി വിൽ ഗെറ്റ് 3 വി ഫേസ് സ്ക്വയർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3 വി ഫേസ്. ഓക്കെ, സോ വി എൽ ഈസ് ഈക്വൽ ടു റൂട്ട് 3 വി ഫേസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡെറിവേഷനിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ഡെറിവേഷൻ ആണ് ഇത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നുകിൽ സ്റ്റാർ കണക്ഷൻ അല്ല ഡെൽറ്റ കണക്ഷൻ, അതിലുള്ള
ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് തമ്മിലുള്ള റിലേഷൻ ചോദിക്കും. ഓക്കെ, ഇതിവിടെ ഫിനിഷ് ചെയ്തിട്ടില്ല. ഫേസ് വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ കിട്ടി. ദാറ്റ് ഈസ് VL is equal to √3 V phase. Okay, and what is the relation between line current and phase current? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. What is the relation between line current and phase current in the case of a star connected system, star connected three phase system? എന്തായിരുന്നു? Yes, that's equal. Like IL is equal to I phase. എന്തുകൊണ്ടാണ് നോക്കിയേ, ഡയഗ്രം നോക്കിയാൽ മതി. സ്റ്റാർ കണക്റ്റഡ് ആണ്. The current flowing through the winding is called phase current. Okay, that current is flowing through that same current is flowing through the line also. അല്ലേ, ഇവിടെ നോക്കി ഈ ഫേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് തന്നെയാണ് ലൈനിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത്. സോ IL equal to I phase. ഓക്കെ, സോ ഈ രണ്ട് റിലേഷൻ എഴുതിയിട്ട് ഇതുപോലെ ബോക്സിലാക്കി വെക്കാം. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഫേസർ ഡയഗ്രാം. VR, VY, VB and minus VY എടുക്കുക. Then we have to find the value for VRY by using parallelogram law of vector addition. അതിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, ആംഗിൾ എന്തായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, ആൻഡ് ഹിയർ നമുക്ക് ഫൈനലി ഒരു വാല്യൂ കൂടി ഡിറൈവ് ചെയ്യണം. ഇക്വേഷൻ ഫോർ ആക്റ്റീവ് പവർ, ദാറ്റ് ഇസ് P is equal to what? ആക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ എന്താ? V phase, sorry, active power VL IL cos phi. This is the equation for active power, alle VL IL cos phi, that is voltage into in phase component of the current. Okay, so നമുക്ക് നോർമലി കിട്ടുന്ന വാല്യൂസ് ഒക്കെ ലൈൻ കറണ്ട്, ലൈൻ വാല്യൂസ് ആയിരിക്കും, ലൈൻ വോൾട്ടേജ്, ലൈൻ കറണ്ട് ഒക്കെ. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? VL is equal to what? √3 V phase ആണ് അല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √3 V phase into IL is equal to I phase തന്നെയാണ്. I phase into cos phi. Okay, so this is the equation for active power in the case of a star connected three phase system. Okay, so ഇതാണ് derivation of relation between line and phase voltage and line and phase current, and also for active power. Active power ഉണ്ടെന്ന് ചോദിച്ചാലും ഫൈനലി ഇത് എഴുതിയാൽ മതി. Okay, so you must draw the circuit diagram and phasor diagram and the derivation. Okay, ഇത് clear ആണല്ലോ? Okay അല്ലേ? Yes. Then we are moving to next type of connection, that is delta connection. Okay, അടുത്ത എന്താണ്? ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ മെഷ് കണക്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആ ഒരു ഡയഗ്രാം വരച്ച് നോക്കാം. ഓക്കെ, ഡെൽറ്റ കണക്ഷനിൽ ഈ ഡെൽറ്റ കണക്ഷനിൽ സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് വൺ കോയിൽ ഇസ് കണക്റ്റഡ് ടു ദി ഫിനിഷിംഗ് എൻഡ് ഓഫ് അനദർ കോയിൽ. ഓക്കെ, ഈ രീതിയിലാണ് കണക്ഷൻ വരുന്നത്. നോക്കിയേ, ഓരോ കോയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് എൻഡ് ഈസ് കണക്റ്റഡ് ടു ദി ഫിനിഷിംഗ് എൻഡ് ഓഫ് നെക്സ്റ്റ് കോയിൽ. Okay, so there is no neutral point in this connection and therefore it is a three-wire three-phase system. Okay, star connection എങ്ങനെയായിരുന്നു? It is a three-phase four-wire system ആയിരുന്നു. But delta connection എങ്ങനെയാണ്? Three-phase three-wire system ആണ്. Okay, three-phase three-wire system ആണ്, because there is no neutral point in the delta connection. Okay, ഇവിടെ connection നോക്കിയേ, the starting end of the one winding is connected to the ending end of another winding. അപ്പോൾ ആ രീതിയിൽ ഇതുപോലെ ഡെൽറ്റ ഫോമിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, സോ നമുക്ക് 3 പോയിന്റ്സ്, 3 ടെർമിനൽസ് മാത്രമേ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദർ ഈസ് നോ ന്യൂട്രൽ പോയിന്റ്. ഓക്കെ, ആ ന്യൂട്രൽ പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ 3-phase 3-wire system. ഓക്കെ, ആൻഡ് ഹിയർ നോക്കിയേ, ഹിയർ ദ ഫേസ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ആയിരിക്കും. In the case of delta connection, phase voltage is equal to
line voltage. Okay, so if you're taking this is R and this is Y and this is B, and okay, നമുക്ക് similar naming കൊടുക്കാം. Okay, this is taken as R and this is taken as Y and this is taken as B. And this is VRY. Voltage difference between the phases R and Y. This is YB. And VRB. This is VRB. Okay, so here V phase is equal to VL. That is V phase is equal to V line. Okay, then here we have to find the relation between phase current and line current. Okay, so in the case of star connection, phase current is equal to line current and phase voltage is equal to line voltage is equal to root 3 phase voltage. Okay, but in the case of delta connection, phase voltage equal to line voltage. Okay, and here we have to derive the relation between line current and phase current. Okay, അതാണ് കണ്ടുപിടിക്കേണ്ടത്. So if you are taking this as the R winding, then okay, so this is IR and this is IY and this is IB. Okay, so നമ്മൾ മൂന്ന് കറണ്ട് മാർക്ക് ചെയ്തു. സോ ഇതെന്താണ് ഈ IR, IY and IB കറണ്ട്സ് എന്താണ്? ദേ ആർ ഫേസ് കറണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലൈൻ കറണ്ട്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ലൈൻ. സോ ഈ ലൈനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഫേസ് കറണ്ട് IR is entering into this point and phase current IB is leaving away from the point. Okay, so ലീവ് ചെയ്യുന്ന കറണ്ടിന് നെഗറ്റീവ് പൊളാരിറ്റി കൊടുക്കുക, എൻറ്റർ ചെയ്യുന്ന കറണ്ടിന് പോസിറ്റീവ് പൊളാരിറ്റി കൊടുക്കുക. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ഈ ജംഗ്ഷൻ നോക്കിയേ, IR കറണ്ട് ഇവിടെ എൻറ്റർ ചെയ്യുന്നുണ്ട്, ബട്ട് ഒരു IB കറണ്ട് ഇവിടുന്ന് ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി ലെഫ്റ്റ് ഉള്ള കറണ്ട് മാത്രമേ ഈ ഫേസിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ, ദിസ് ഇസ് R phase, ദിസ് ഇസ് Y phase and this is B phase. സോ ഈ ഫേസ് കറണ്ടിന്റെ വാല്യൂ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി IR minus IB. IR minus IB. And this ഈ പോയിന്റ് നോക്കിയാൽ ഇവിടെ IY കറണ്ട് എൻറ്റർ ചെയ്യുന്നു ആൻഡ് IR കറണ്ട് ലീവ് ചെയ്യുന്നു. സോ ഈ ലൈനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വിൽ ബി IY minus IR. Okay, and consider this point here. IB current is entering and IY current is leaving. IY current leave ചെയ്യുന്നു, IB current enter ചെയ്യാണ്. So the line flowing through this line, the current flowing through this line is IB minus IY. Okay, ഇതാണ് മൂന്ന് ലൈൻ കറണ്ട്സ്. ഏതൊക്കെയാണ്? IR minus IB and IY minus IR and IB minus IY. Okay, and what are the phase currents? They are IR, IY and IB. Here IY and okay, IY and IB. അത് ക്ലിയർ ആയോ? ഡെൽറ്റ കണക്ഷനിൽ ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ വോൾട്ടേജ് ഈക്വൽ ആണ്, ബട്ട് ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഫേസ് കറണ്ട് ആൻഡ് ലൈൻ കറണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ വൈൻഡിങ്ങിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് ഫേസ് കറണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ IR, IB and IY. Okay, and the current flowing through the line is called a line currents. They are IR minus IB, IY minus IR and IB minus IY. Okay, so circuit clear ആണോ? സർക്യൂട്ട് വരക്കുന്നതും ഫേസ് കറണ്ട്സ് ആൻഡ് ലൈൻ കറണ്ട്സ് മാർക്ക് ചെയ്യുന്നതും ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് വേണം? ആ ഒരു റിലേഷൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അതിനെന്താണ്? വി ഹാവ് ടു ഡ്രോ ദ ഫേസർ ഡയഗ്രാം. ഓക്കെ, സോ നമ്മൾ സ്റ്റാർ കണക്ഷൻ ചെയ്ത അതേ അപ്രോച്ച് ആണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫേസർ ഡയഗ്രാം വരക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ വരക്കുന്ന സമയത്ത് എന്താണ്?
കറണ്ട് ഫേസ് കറണ്ടിനെയും കൂടി നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, നേരത്തെ നമ്മൾ ഫേസ് വോൾട്ടേജ് മാത്രം വെച്ചിട്ടായിരുന്നു ഫേസ് ഡയഗ്രാം വരച്ചത്. ബട്ട് ഇവിടെ നമുക്ക് ആ കറണ്ടിന്റെ റിലേഷൻ കൂടി കണ്ടുപിടിക്കണം. സോ നമ്മളിവിടെ ഫേസ് കറണ്ട് കൂടി മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ഫേസ് ഡയഗ്രാം നേരത്തെ വരച്ച പോലെ തന്നെ വി ആർ drawing a voltage phasor, that is VR, VY and VB. They are 120 degree displaced. Okay, 120 degree displaced. Okay. Then here we have to draw phase current IR. ഓക്കെ, അപ്പോൾ ഫേസ് വോൾട്ടേജ് ആൻഡ് ഫേസ് കറണ്ട് തമ്മിലൊരു ചെറിയ ആംഗിൾ ഫൈ ഡിഫറൻസ് ഉണ്ടാവും. ഇൻ ഫേസ് ആയിരിക്കില്ല, ബിക്കോസ് ഇവിടെ വൈൻഡിങ്സ് ആണുള്ളത് അല്ലേ. ഈ ഒരു ഇതിൽ കാണുന്നത് വൈൻഡിങ്സ് ആണ്. വൈൻഡിങ്സ് മീൻസ് എന്താണ്? ഇൻഡക്റ്റീവ് നേച്ചർ ആണ്. സോ എന്തായാലും അവിടെ ഒരു ലാഗിങ് ഉണ്ടാവും, ഇൻ ഫേസ് ആയിരിക്കില്ല. ഇഫ് ഇറ്റ് ഇസ് റെസിസ്റ്റീവ് ദെൻ എന്താണ്? IR ആൻഡ് VR ഇൻ ഫേസ് ആയിരിക്കും. ബട്ട് ഹിയർ ഇൻഡക്റ്റീവ് കോയിൽസ് ആണുള്ളത്. സോ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. സോ എന്താണ്? ദ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ എ സ്മോൾ ആംഗിൾ ഫൈ. ഓക്കെ, സോ അതാണ് ഈ ഫൈ കാണിച്ചിരിക്കുന്നത്. സിമിലർ വേ നെക്സ്റ്റ് ഫേസ് IY, നെക്സ്റ്റ് ഫേസ് എന്താണ്? Y ആണ്. സോ വൈയിലുള്ള വോൾട്ടേജ് VY ആണ്. സോ ആ VYനെ ഒരു ഫൈ ആംഗിൾ ലാഗ് ചെയ്തിട്ട് വി ക്യാൻ ഡ്രോ IY. ഓക്കെ, കറണ്ട് വരയ്ക്കാം. In the similar manner, we can draw IB also. Okay, which is lagging by VB by an angle of phi. Okay, so ഇതുപോലെ IR, IY and IB എന്ന് വരയ്ക്കാം. ഒരു ഫൈ ആംഗിൾ ലാഗ് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഇനി ഇവിടെ വേണ്ടത് IR ആൻഡ് IB തമ്മിലുള്ള വെക്ടർ എഡീഷൻ ആണ്. ബിക്കോസ് നമുക്ക് ഇവിടെ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ കറണ്ട് ആൻഡ് ഫേസ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ IR, IB എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഫേസ് കറണ്ട്സ്. സോ നമുക്ക് അത് തമ്മിലുള്ള ലൈൻ കറണ്ടിന്റെ റിലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ നേരത്തെ അതേ അപ്രോച്ച് IB എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതുപോലെ പ്രൊജക്ട് ചെയ്യും. ആൻഡ് വി വിൽ ടേക്ക് ഇറ്റ്സ് നെഗറ്റീവ് വാല്യൂ -IB. ആൻഡ് ഹിയർ we will find the vector sum. Okay, so this is what IR minus IB. അല്ലേ, ഇവിടെ എന്താണ്? IR minus IB കിട്ടുമല്ലോ. ഈ ഇവിടെ കിട്ടുന്ന IBനെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പ്രൊജക്ട് ചെയ്തു. ആൻഡ് വി വിൽ ഗെറ്റ് -IB. ദെൻ ഈ -IB ആൻഡ് ദിസ് IR, അതിന്റെ രണ്ടിന്റെയും വെക്ടർ അഡീഷൻ നോക്കും. ഓക്കെ, സോ ഇതായിരിക്കും ആ വെക്ടർ വരുന്നത്. സോ ദാറ്റ് വിൽ ബി IR minus IB. And here also the angle between IR and minus IB is 60 degree. Okay, so this is the phasor diagram. So first of all, we have to draw the voltage phasor VR, VY and VB, which has the same magnitude and displaced by 120 degree. And then we have to draw the current phasors. That is IR, which is lagging behind VR by an angle of phi. In the similar manner, we have to draw the IY and IB in this the same phasor. Then എന്ത് ചെയ്യും? IB എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പ്രൊജക്ട് ചെയ്യും. ആൻഡ് വി വിൽ ഗെറ്റ് -IB. ദെൻ വി വിൽ obtain the vector sum of IR and -IB. Okay, that will be equal to IR minus IB. Okay, so what is IR minus IB? അതെന്താണ്? നോക്കിയേ, ഈ സർക്യൂട്ട് നോക്കിയേ. what is IR minus IB? That is line current. Okay, so IR minus IB is the line current IL. And what is IR equal to IB equal to IY? That is I phase. They are phase currents. Okay, so നമുക്ക് ഇവിടെ എന്താണ്? നേരത്തെ അതേ അപ്രോച്ചിൽ ആ ഒരു റിലേഷൻ കണ്ടുപിടിക്കാം. IR minus IY, which is the line current, is equal to, here also നമ്മൾ വെക്ടർ എഡീഷൻ ചെയ്തത് by using parallelogram law of vector addition ആണ്. സോ നമുക്ക് സെയിം ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. എന്തൊക്കെയാണ്? IR square plus IB square plus 2IR IB into cos theta. നേരത്തെ നമ്മൾ വോൾട്ടേജസ് ആയിരുന്നു, ഇപ്പോൾ ഇവിടെ കറണ്ട് വാല്യൂസ് ആണ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂസ്. വാട്ട് ഈസ് IR minus IL? That is what is IR minus IY? That is line current. So instead of that value, we can substitute IL. And what is IR, IB? They are phase currents. Okay, so I phase square plus 2 into I phase into cos 60. Okay, so that is equal to 2I phase square plus 2I phase square into 1/2. Cos 60 equal to 1/2. So these 2 and these 2 are cancelled. Then this is equal to 3I phase square, that is equal to √3I phase. Okay, so relation between IL and I
phase is IL is equal to root 3 I phase. This is the relation. Okay, so here the relation between, in the case of a delta connected three-phase system, the relation between line current and phase current is IL is equal to root 3 I phase. And here VL equal to V phase. Okay, and what is the equation for power? Okay, you just power P is equal to, active power P is equal to VL IL cos phi. So what is V? Okay, then I'm phase like convert. So VL is equal to what? V phase. So substitute V phase. And what is IL? IL is equal to root 3 I phase. So instead of IL, here we can write root 3 I phase into cos phi. Okay, that is equal to root 3 V phase I phase cos phi. Okay, and then congested ആയിട്ട് കാണണ്ട. Next page കാണിക്കാം. So this is the phasor diagram. VR, Vy and Vb and IR, Iy and Ib are displaced by a small angle phi. Then we will take minus Ib in opposite direction and find the vector addition IR minus Ib. Okay, so power P is equal to what? VL IL cos phi. So what is VL? That is V phase, and what is IL? That is root 3 I phase. Okay, root 3 I phase into cos phi. That is equal to what? Root 3 V phase into I phase cos phi. This is the equation for active power in the case of a delta connected system. Okay, which is similar to star connected system. Equation for power രണ്ടിനും similar ആണ്, but അത് വരുന്ന way different ആണ്. Okay, star connected ആണെങ്കിൽ VL equal to root 3 V phase ആയിരുന്നു. Delta connected ആണെങ്കിൽ IL is equal to root 3 I phase ആണ്. Okay, but final equation will be same. Okay, so this derivation clear ano? Delta connection figure varakka. Okay, and delta connection ആണ് ചോദിക്കുന്നെങ്കിൽ ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്ത് ലൈൻ വോൾട്ടേജ്, ലൈൻ കറണ്ട്, ഫേസ് വോൾട്ടേജ്, ഫേസ് കറണ്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ബട്ട് അത് നിങ്ങൾ എഴുതാം. സ്റ്റാർ കണക്ഷനിൽ എഴുതിയ പോലെ അതേ പോയിന്റ്സ് എഴുതുക. എല്ലാം ഇത് മാർക്ക് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്? ഫേസ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു, സോറി, ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ആണ്. Phase current is equal to what? 1 by root 3 line current. അല്ലെങ്കിൽ line current is equal to root 3 phase current. Okay, so അത് ആ ഒരു റിലേഷൻ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഡെറിവേഷൻ വെച്ചിട്ടാണ്. ആ ഡെറിവേഷൻ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ഈ ഒരു വെക്ടർ ഡയഗ്രാം വരക്കണം. അതിൽ നമ്മൾ വോൾട്ടേജിന്റെ കൂടെ, വോൾട്ടേജ് ഫേസറിന്റെ കൂടെ കറണ്ട് ഫേസറിന്റെ കൂടി വരക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നേരത്തെ അതേ അപ്രോച്ച്. ഫൈനലി വി വിൽ ഗെറ്റ് IL is equal to root 3 I phase. Okay, clear ആണോ? Okay, so രണ്ടും പഠിക്കുക. സ്റ്റാർ കണക്ഷനും പഠിക്കുക, ഡെൽറ്റ കണക്ഷനും പഠിക്കുക. ഓക്കെ, ബട്ട് അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും എക്സാമിന് ചോദിക്കും. ഡെറിവേഷൻ മസ്റ്റ് ആയിട്ടും ചോദിക്കും. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും പറയാം, യു ഷുഡ് ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഫസ്റ്റ്. ഓക്കെ, പിന്നെ വോൾട്ടേജ് ആൻഡ് കറണ്ട്, ലൈൻ ആൻഡ് ഫേസ്, ആ റിലേഷൻ, അതിന്റെ ഡെഫിനേഷൻ ഫസ്റ്റ് എഴുതുക. ദെൻ ഫേസർ ഡയഗ്രാം മസ്റ്റ് ആയിട്ട് വരയ്ക്കുക. ദെൻ ആ ഡെറിവേഷൻ എഴുതുക. ഫൈനലി വാല്യൂസ് ഇതുപോലെ ഒരു ബോക്സിലാക്കി വെക്കുക. ഓക്കെ, ഓരോന്നിനും ഓരോ മാർക്ക് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഡിറൈവ് ചെയ്തൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ടില്ലെങ്കിൽ അതിന്റെ മാർക്ക് പോകും. ഫേസർ ഡയഗ്രാം വരച്ചിട്ടില്ലെങ്കിൽ അതിന്റെ മാർക്ക് പോകും. ഓക്കെ, അപ്പൊ എല്ലാത്തിനും എന്താണ്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് മാർക്ക് ഉണ്ടാവുക. സോ ഡെറിവേഷൻ മാത്രം പോരാ, സർക്യൂട്ട് ഡയഗ്രാം വേണം, ഫേസർ ഡയഗ്രാം വേണം, ഡെറിവേഷനും വേണം. ഫൈനലി ഇതുപോലെ എടുത്ത് എഴുതുകയും വേണം. IL equal to root 3 I phase and VL equal to V phase.
in the case of delta connection, and in the case of star connection, VL equal to root 3 V phase and IL equal to I phase. Okay, then finally power and equation എഴുതാം. സോ ഈ ഏരിയയിൽ നിന്ന് ഇതിൻ്റെ ഡെറിവേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആൻഡ് ഓൾസോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഈ രണ്ടിൻ്റെയും റിലേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണ്, അതിൻ്റെ ബേസിക്സ് ഓക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് സ്റ്റാർ കണക്ഷൻ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. സോ നമുക്കിതിൻ്റെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് 6th അവർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 6th അവർ നമുക്ക് അസൈൻമെൻറ്റ് അവർ ആണ്. സോ